നെഗറ്റീവ് പറയുന്നവർ എനിക്ക് വല്ലതും കൊണ്ട് തരട്ടെ, പൈസ കൊണ്ട് തരട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാം. നെഗറ്റീവ്സിനോട് ഞാനൊന്നും ഒത്തിരി വരുന്നുണ്ട്, ഒത്തിരി ഞാൻ പ്രതികരിക്കുന്നില്ല. സൂചിയുടെ നാട്ടിൽ തന്നെയാണ് നാടകം ചെയ്യുന്നത്, കൊല്ലത്ത്. അതിൻ്റെ ഒരു സന്തോഷം. രണ്ടാമത്തെ നാടകമാണ് കൊല്ലത്ത്. കാലം കാത്തിരിക്കുന്നത്. സൂചിയുടെ നാട്ടിൽ തന്നെയാണ് നാടകം ചെയ്യുന്നത്, കൊല്ലത്ത്. അതിൻ്റെ ഒരു സന്തോഷം. രണ്ടാമത്തെ നാടകമാണ് കൊല്ലത്ത്. വളരെയധികം സന്തോഷം. നാടകം നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം. ഇപ്പം 7-8 സ്റ്റേജായി. കൊച്ചിൻ സംഘമിത്ര എന്ന വലിയൊരു സമിതിയിൽ എന്നെ കൂട്ടിയതിന് സാറിൻ്റെ അടുത്തും എല്ലായിടത്തും കൂടെ അഭിനയിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ്, നന്ദിയുണ്ട്. പിന്നെ അവൻ എന്നോട് ചോദിക്കും, സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ടാണ്. നെഗറ്റീവ്സിനോട് ഞാനൊന്നും ഒത്തിരി വരുന്നുണ്ട്, ഒത്തിരി ഞാൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവർ എനിക്ക് വല്ലതും കൊണ്ട് തരട്ടെ, പൈസ കൊണ്ട് തരട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാം. എല്ലാവരും കൊണ്ട്, നെഗറ്റീവ് പറയുന്നവരെല്ലാവരും കൊണ്ട് എനിക്ക് എല്ലാ മാസവും പൈസ തന്നാൽ ഞാൻ വീട്ടിൽ ഇരിക്കാം. ജീവിക്കാനും പിന്നെ ഹാപ്പിയാണ്. വിളിച്ചത് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതായത് നാടകം, സ്റ്റേജ്, ലൈവ് അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ്വദിച്ചാണ് ചെയ്യാറ്. അയ്യോ, തുടങ്ങിയതേ ഉള്ളൂ. ആദ്യമായിട്ടാണ്, ലൈഫ് ഫസ്റ്റാണ്. കുഴപ്പമില്ല. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും നല്ലതെന്ന് പറഞ്ഞാൽ 25-30 വർഷമൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ ഉള്ളവർ. സാവിത്രി ചേച്ചി, സതീഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ ഡയറക്ടർ സതീഷ് സംഘമിത്ര സാറ്, പിന്നെ അതുപോലെ മധുചേട്ടൻ, എല്ലാവരും, ജോഷി, വിനിച്ചേട്ടൻ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. കൂടെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അത് നിർത്തിയായിരുന്നല്ലോ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. കേരളത്തിലോട്ട് മാറ്റി അതൊന്നും അറിയില്ല. അവർ ഫ്രീ ഒക്കെ ആകുമ്പോൾ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. താങ്ക് യു. ഇത് 50-ാം വർഷം. എൻ്റെ ഓഡിയൻസ് പ്രിയമുള്ളവരെന്നാണ് ഞാൻ വിളിച്ചവരെ. കാരണം എനിക്ക് പ്രിയമുള്ളവർ തന്നെയായിരുന്നു. തൻ്റെ ഇടത്തോടെ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ആ ശബ്ദവും ആ കുട്ടിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു. കാരണം ഇതിനു മുൻപും ഇവിടെ ധാരാളം ഇന്ന് പ്രശസ്തരായ പലരും ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഭാവിയിൽ എടുക്കേ വരും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. ഇല്ല, ഇത് രണ്ടും രണ്ടാണ്. പക്ഷേ ഇതൊരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഇവിടെ തളർന്നു പോകാൻ പാടില്ല. എന്നൊരു കലാകാരൻ എന്ന് പറയുമ്പോൾ അതിനൊത്തിരി സാധ്യതകളുണ്ട്. ഒത്തിരി പരാജയങ്ങളിൽ കൂടി മാത്രമേ, ഒത്തിരി വിമർശനങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. വിജയിക്കും, അതൊക്കെ ഉറപ്പാണ്. നല്ല അഭിപ്രായം വരുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇതുപോലൊക്കെ തന്നെയായിരുന്നു ഇവിടെ പല ആർട്ടിസ്റ്റുകളും ആദ്യമായിട്ട് വരുമ്പോൾ. അഭിനയിക്കാൻ നല്ല കൊടുത്ത കഥാപാത്രം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യുന്നുണ്ട്. ഉണ്ടുണ്ട്.